കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. പഴം കൊണ്ടേ ഇത്രയും ടേസ്റ്റായ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് അറിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയട്ടെ, നല്ല ക്രിസ്പിയായ ബനാന ചില്ലി റോളാണ്. അപ്പോൾ ഇത് നല്ലൊരു എരിവാണ്, പക്ഷേ മധുരമല്ല. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ ഒരു 7-8 കൊച്ചുള്ളി വേണം, പിന്നെ ഒരു മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ റൊട്ടിപ്പൊടി, പിന്നെ 7-8 ഉണക്കമുളക്, 3-4 വെളുത്തുള്ളി, ഇത്രയും തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാൻ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് ഗീ ഒഴിക്കുക, നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, പഴം ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ ഉള്ളിയും ഉണക്കമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക എണ്ണയിൽ. അധികം അങ്ങോട്ട് വാട്ടേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അധികം അങ്ങോട്ട് അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ പരുവം, ഈ ഒരു പരുവമായിരിക്കണം, ഒരു ചതച്ചെടുക്കുന്ന ഒരു പരുവം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്തോ, നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത പഴം എടുത്ത് ഈ ഫില്ലിങ് അല്പമായിട്ട് അതിൽ ചേർത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ സ്ലൈസും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട വെള്ളയിൽ ഒന്ന് മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ എരിവിന് പകരം മധുരവും ചേർക്കാൻ കേട്ടോ, പക്ഷേ മധുരം എന്ന് പറയുമ്പോൾ അധികം അങ്ങോട്ട് കഴിക്കില്ല. നമ്മൾ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നും. നല്ല എരിവുള്ള നമ്മുടെ ബനാന ചില്ലി റോള് ഇവിടെ റെഡിയായി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഗോൾഡൻ നിറമാവുന്ന വരെ ഇത് തീ ഒന്ന് ചെറിയ തീയിലായിരിക്കണം, തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ ഈ ക്രിസ്പിയായ ബനാന ചില്ലി റോള് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം മറക്കാതെ തന്നെ ലാസ്റ്റ് വരെ ഒന്ന് കാണാനുള്ള ശ്രമിക്കുക. പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.